ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം വാട്ടുന്നത് പോലെ തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 2 സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. പൊടി വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാനായി ഞാൻ ഇവിടെ 5-6 കഷ്ണം ബോൺലെസ് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കത്രിക വെച്ച് തീരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. ഇത് മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് ഇത് കൂടെ ചേർത്ത് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതിൽ കിടന്ന് ചിക്കൻ വേകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് മൂടി വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ റെഡി ആയോ എന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ സവാള എല്ലാം നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ ഇത് മൂടി വയ്ക്കാം. ഈ പൊടികളുടെ കുത്തലും പച്ചമണവും മാറുന്നത് വരെ നല്ലതുപോലെ ചൂടായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി മാവിൽ നിന്നും ഒരുവിധം വലിയ ഒരു ഉണ്ട തന്നെ എടുക്കാം. ഇത് പ്രസ്സിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അതുപോലെ തീരെ കനം കുറച്ചല്ല പരത്തിയിരിക്കുന്നത്. കുറച്ച് കനത്തോടു കൂടി തന്നെ ഒന്ന് പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. മസാല വച്ചതിന് ശേഷം മാവിൽ നിന്നും ഒരു ഉരുള കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് കൂടെ നമുക്ക് പരത്തിയെടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വച്ച് ഇതിൻ്റെ സൈഡ് രണ്ടും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്സ് ഇതിലേക്ക് വച്ചു കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം തീ മീഡിയത്തിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് തയ്യാറാക്കി എടുക്കാം. ഈ മാവ് നല്ലതുപോലെ തന്നെ വാട്ടി കുഴച്ചുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ആദ്യം വച്ചത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ മൂടി വെച്ച് 5 മിനിറ്റ് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വശവും നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സംഭവമാണിത്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ സ്നാക്സ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് ഒരെണ്ണം തന്നെ വിശപ്പ് മാറാൻ മതിയാകും. വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.